നമസ്കാരം. ഇൻഫോട്യൂബ് ചാനലിൻ്റെ കർഷകമിത്ര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് മഴമറയെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മഴ മൂലമുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഒരു കുട വിരിച്ച് ചെടികളെ സംരക്ഷിക്കുകയാണ് മഴമറയിലൂടെ ചെയ്യുന്നത്. ഏതു കാലാവസ്ഥയിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വിഷരഹിതമായ ജൈവ പച്ചക്കറികൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് മഴമറയുടെ പ്രധാനപ്പെട്ട നേട്ടം.
ഇരുമ്പ് കമ്പികൾ കൊണ്ട് സ്ട്രക്ചർ ഉണ്ടാക്കി അതിനു മുകളിൽ UV ഷീറ്റുകൾ വിരിച്ചാണ് ഇവിടെ മഴമറ ഉണ്ടാക്കിയിട്ടുള്ളത്. അർദ്ധവൃത്താകൃതിയിലോ ചരിഞ്ഞ രൂപത്തിലോ നമുക്ക് മഴമറ ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചരിഞ്ഞ ആകൃതിയിലുള്ള മഴമറയാണ്. നമുക്ക് മഴമറയെക്കുറിച്ച് മടവൂർ പഞ്ചായത്ത് കൃഷി ഓഫീസറുടെ വാക്കുകൾ കേൾക്കാം. മഴമറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കാലാവസ്ഥ പകുതി ഇപ്പോൾ മഴയാണ്. അതായത് ഒരു മെയ് മുതൽ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ വരെയോളം മഴയോ ആയി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് മഴമറ കൃഷിയിലൂടെ എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. മഴമറയ്ക്ക് നമ്മൾ നൽകുന്നത് സ്ക്വയർ ഫീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 560 രൂപയോളം കൊടുക്കുന്നുണ്ട്. മാക്സിമം 100 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളവർക്ക് ഒരു 50,000 രൂപയോളം സബ്സിഡി ഇത് കൊടുക്കുന്നുണ്ട്. ഈ വർഷം മടവൂർ നമ്മൾ SHM BDP പദ്ധതിയിൽ ഒരു മഴമറ ചെയ്യുകയും കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെയും ചേർന്നിട്ട് മടവൂർ കൃഷിഭവൻ്റെ കീഴിൽ 10 മഴമറയോളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ മഴമറ എല്ലാ വർഷവും ഒരു മഴമറ ഒരു 100 സ്ക്വയർ മീറ്റർ മഴമറ ചെയ്യാനുള്ളത് എല്ലാ കൃഷിഭവനിലും ലഭിക്കാറുണ്ട് ടാർജറ്റായിട്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കൃഷിഭവനിൽ നേരത്തെ വന്ന് ബുക്ക് ചെയ്ത് വയ്ക്കാം. കാരണം ഒരു വർഷം 1-2 പേർക്ക് മാത്രമേ ചെയ്യാനുള്ള ധനസഹായം ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൃഷിഭവനിൽ ഇവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. പേര് ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്കീം വരുന്ന മുറയ്ക്ക് ബുക്ക് ചെയ്തവരെ മുൻഗണനാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃഷിഭവനിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കുന്നതായിരിക്കും. അങ്ങനെ ഉള്ള സമയത്ത് ഇവിടെ വന്ന് ചോദിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒന്നുകിൽ സ്വമേധയാ ചെയ്യുക, അല്ലെങ്കിൽ ഇത് ചെയ്തു തരുന്നവരുണ്ടാവും, ബ്രെയ്ഡ്ക്കോ കേക്കോ അല്ലെങ്കിൽ മറ്റേ SHMൻ്റെ ഇതിലുള്ള ഏജൻസികൾ, അങ്ങനെ ഏതെങ്കിലും ആൾക്കാരെ കൊണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വമേധയാ ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു പേയ്മെൻറ്റ് അപേക്ഷാ ഫോം ഉണ്ട്. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ആ പേയ്മെൻറ്റ് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തരുന്നതിനോടൊപ്പം അതിൽ നിങ്ങൾക്ക് വന്ന ചിലവ് കാര്യങ്ങളൊക്കെ എഴുതുകയും പിന്നെ ഇതിനൊരു ഇവാലുവേഷൻ നടത്തണം. അതായത് രജിസ്റ്റേർഡ് എൻജിനീയറിൻ്റെ ഒരു ഇവാലുവേഷൻ, അതായത് എത്ര മാത്രം ചിലവ്. നമ്മൾ സ്ക്വയർ മീറ്ററിന് 560ഓളം രൂപ ആണ് നൽകുന്നത്. അപ്പോൾ എത്ര സ്ക്വയർ മീറ്റർ ചെയ്തു, എത്ര ചിലവ് എന്നൊക്കെ അവരുടെ ഒരു ഇവാലുവേഷൻ്റെ റിപ്പോർട്ടും കൂടെ വെച്ചിട്ട് കൃഷിഭവനിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഞങ്ങളുടെ മേലെ ഓഫീസായ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫീസിലേക്ക് അയക്കുകയും അവിടെ നിന്ന് നിങ്ങളുടെ ചിലവിൻ്റെ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അതായത് 100 സ്ക്വയർ മീറ്റർ ചെയ്യുന്നതിന് ഒരു 56,000 രൂപയോളം നിങ്ങൾക്ക് വരും. ഏകദേശം ഒരു ചിലവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സാധാരണ മഴമറയ്ക്ക് ഒരു 80,000 രൂപയുടെ അടുത്തൊക്കെ ചിലവ് വരുള്ളൂ. ഒരു 70-75% രൂപ നമുക്ക് സബ്സിഡി ഇനത്തിൽ മഴമറയ്ക്ക് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോട്യൂബ് ചാനൽ. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.